ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫോൺ കേസ് എങ്ങനെ നല്ല ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അവരവർക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അവരവരുടെ രീതിയിൽ ചെയ്തിട്ട് നമ്മുടെ ഫോൺ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ ആവശ്യമുള്ളത് നോക്കാം. ഒരു ഫോൺ കേസ് വേണം. ട്രാൻസ്പെറൻറ്റ് തന്നെ വേണമെന്നില്ല, പ്ലെയിൻ ആയാൽ മതി. പിന്നെ ഒരു അക്രിലിക് പെയിൻറ്റ് കോൺ വേണം. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ വേണം. ഞാനിവിടെ സ്റ്റോൺസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആ സ്റ്റോൺസൊക്കെ ഒട്ടിക്കാനുള്ള ഗ്ലൂവും വേണം. അപ്പോൾ നമുക്ക് കേസ് ഡിസൈൻ ചെയ്യാൻ തുടങ്ങാം. ഒരു അക്രിലിക് പെയിൻറ്റ് കോൺ എടുത്തിട്ട് ഫോൺ കേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. ഞാൻ പിയോണി ഫ്ലവറാണ് വരയ്ക്കുന്നത്. ഈ പൂവിന് കുറേ ഇതളുകളുണ്ട്, അതുപോലെ അത് ചിരിച്ച് വരയ്ക്കണ കാരണം ഒരു 3D ലുക്കും കൂടെ കിട്ടും. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു മാർക്കർ എടുത്തിട്ട് ആദ്യം ഒരു ബേസ് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ ഈ കോൺ വെച്ചിട്ട് വരച്ചാൽ മതി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. പൂവിൻ്റെ ഇതളുകൾ വരയ്ക്കുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, അത് സ്ട്രോക്സ് പെർഫെക്റ്റ് ആക്കാണ്ടിരിക്കുക, കുറച്ചൊരു വളവും തിരിവൊക്കെ ഇട്ട് വരയ്ക്കുക. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. രണ്ടാമതും ഒരു പിയോണി ഫ്ലവർ തന്നെയാണ് ഞാൻ വരയ്ക്കുന്നത്. പക്ഷേ വിരിയാനിരിക്കുന്നൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈസ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്. അപ്പോൾ 2 പൂക്കളും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി ഡെപ്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മൈലാഞ്ചി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണോ ഷെയ്ഡ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് അക്രിലിക് പെയിൻറ്റ് കോൺ ഉപയോഗിച്ചത്. ശരിക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കൺസിസ്റ്റൻസിയിൽ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഹെന്ന കോൺ കുറച്ചും കൂടെ ലൂസാണെങ്കിൽ അക്രിലിക് പെയിൻറ്റ് കുറച്ചും കൂടെ തിക്കാണ്. അങ്ങനെ ബേസ് ഫ്ലവേഴ്സ് വരച്ചതിന് ശേഷം നമുക്ക് ചെറിയ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് ടിയർ ഡ്രോപ്സും ഹംസും സ്വേൾസും ആണ്. അപ്പോൾ സ്റ്റോൺസ് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം 3 സ്റ്റോൺ വെച്ച് നോക്കി. എല്ലാം വൈറ്റ് കളറിലിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര പ്ലെയിൻ ആയ പോലെ തോന്നി, കാരണം ഞാൻ എന്തായാലും റെഡ് സ്റ്റോൺസും കൂടെ ആഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഡിസൈൻ ഒന്നും കൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാങ്ങിങ്സ് കൊടുക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ലൈൻസും, അത് നമുക്ക് പിന്നീട് ഡോട്ട് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ സിൽവർ കളർ അക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു കളറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യം പോലെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. അതേപോലെ കുറച്ചും കൂടി ഒരു പേഴ്സണൽ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേര് എവിടെയെങ്കിലും ആഡ് ചെയ്യുകയും ചെയ്യാം.
അങ്ങനെ നമ്മുടെ ബേസ് ഡിസൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റോൺസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടെയൊക്കെ ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് ചുമ്മാ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുക. ഒരു പ്ലക്കർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ വിരൽ വെച്ചിട്ട് തന്നെയാണ് ഇത് എടുത്തിരുന്നതും ഒട്ടിച്ചതും. കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പ്ലക്കർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ കേസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്റ്റോൺസ് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഒരു സിമ്പിൾ ലുക്ക് എന്നാൽ ഒരു ക്ലാസി ടച്ചും കൂടെ കൊടുക്കാനാണ് നോക്കിയത്. ഇനി നമുക്കിത് ഫോണിലിട്ടിട്ട് എങ്ങനെയുണ്ട് നോക്കാം. കേസ് ഫോണിലിട്ട് പുറത്ത് വന്നപ്പോഴാണ് കൂടുതൽ ഭംഗി അറിയുന്നത്. വെയിലടിച്ചിട്ട് കല്ലിനൊക്കെ ഒരു തിളക്കമുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.